കുതിപ്പ് തുടർന്ന വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ സാമ്പത്തിക വർഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ റെക്കോർഡ് വളർച്ചയിലെത്തി. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 27ആയി ഉയർന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അർദ്ധവാർഷിക അവലോകനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പുതിയ കണക്ക് പുറത്തുവിട്ടത്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 25 സ്ഥാപനങ്ങളാണ് ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. 7 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയുടെ ലാഭം വർദ്ധിപ്പിച്ചു. വിറ്റുവരവിൽ 9.07% വർധനവുണ്ടായി. 32 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുവരവ് വർദ്ധിപ്പിച്ചു. പ്രവർത്തന ലാഭത്തിലും 72.51 ലക്ഷം രൂപയുടെ വർധനവാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ലാഭത്തിലുണ്ടായിരുന്നത്. ഈ വവ്വാലുകൾ പറന്നു പോകുന്നത് കാണുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കൊട്ടാരമാണെന്ന് നിങ്ങൾ ധരിച്ചാൽ തെറ്റി. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ 9.5 കോടി രൂപ മുടക്കി 1989 സ്ഥാപിച്ച വൈറ്റമിൻ എ പ്ലാന്റ് ആണ് ഇത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ ഏതാണ്ട് 450 കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാർ ഏജൻസികൾ തന്നെ കണക്കാക്കിയത്. ഈ പ്ലാന്റ് പൂർണ്ണമായും ഉപയോഗശൂന്യമാണ്.